പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സിന്റെ പഴുവിൽ ഫൊറോനയിലെ കാറ്റഗിസം അധ്യാപകരുടെ ഒരു വണ്ടർ റിട്രീറ്റ് ആണ് നമ്മുടെ സെന്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ. എന്തുകൊണ്ടാണ് കാറ്റഗിസം ടീച്ചേഴ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം സഭയിലുണ്ട് പ്രിയ സഹോദരങ്ങൾ. കാരണം നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുന്ന, അതായത് ഫസ്റ്റ് കാറ്റഗിസം അധ്യാപക ടീച്ചർ എന്ന് പറയുന്നത് കുട്ടിയുടെ അപ്പനും അമ്മയാണ്. പിന്നെ വികാരിച്ചൻ, സമർപ്പിതരെ, അത് കഴിഞ്ഞാൽ ശരിക്ക് നമ്മുടെ മതാധ്യാപകരാണ്. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട റോള് അവരെ വിശ്വാസ പരിശീലനത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വണ്ടർ റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മക്കള് അവരുടെ കയ്യിലുകൂടി അവർക്ക് കൂടി വലിയ റോളുണ്ട് നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുന്നതിൽ. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടിയൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം. പഴുവിൽ ഫൊറോനയിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ലോകമെമ്പാടും കാറ്റഗിസത്തിന് പഠിപ്പിക്കുന്ന എല്ലാ മതാധ്യാപകരുടെ മേലും പരിശുദ്ധാത്മാവിനെ സമർത്ഥമായിട്ട് വർഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വെളിപാട് പുസ്തകം 3:12 വചനം പറയാണ്, വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും, അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അപ്പോൾ നമ്മൾ ഈ ഫിലാദൽഫിയയിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ് യോഹന്നാൻ. ഫിലാദൽഫിയയിലെ 7 സഭകൾക്ക് എഴുതുന്ന കത്തിലെ ഒരു ഫിലാദൽഫിയയിലെ സഭയിൽ, നിന്റെ ശക്തി പരിമിതമാണ്, പക്ഷെ നീ എൻ്റെ വിശ്വാസം കാക്കുവാനായിട്ട് പരിശ്രമിച്ചു, യുദ്ധം ചെയ്തു എന്നൊക്കെ നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് ഇത് ശരിക്കും ഈ ടെക്സ്റ്റിന്റെ അർത്ഥം നമുക്ക് കിട്ടുക. വെളിപാട് പുസ്തകം 3-ാമത്തെ അധ്യായം എന്ന് വായിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അതിലെ ഒരു ഭാഗമാണ് ഫിലാദൽഫിയയിൽ സഭയ്ക്ക് എഴുതുന്ന ഭാഗമാണ്, വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ. നമുക്ക് പ്രിയ സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തിൽ പിശാച് പല വിധത്തിലുള്ള ലോകത്തിന്റെ സ്പിരിറ്റ്, ലൗകായികത്വത്തിന്റെ സ്പിരിറ്റ് ഈ ഒരു കാലഘട്ടത്തിൽ അതിശക്തമായിട്ടാണ് കേട്ടോ എന്നിലും നിങ്ങളിലൊക്കെ. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ കാര്യം എന്തായിരിക്കും സഹോദരങ്ങളെ? കുട്ടികൾ എത്രമാത്രം അവർക്ക് ഈശോയുടെ സ്നേഹമില്ലാത്തതെന്നല്ല വിഷയം, ആ സ്നേഹം ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തില് ലോകത്തിന്റെ സ്പിരിറ്റ് അവർ അതിശക്തമായ വിധത്തിൽ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥനയുടെ കോട്ട കെട്ടി, നമ്മൾ അമലോക്യരുമായിട്ടുള്ള യുദ്ധത്തില് മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച സമയങ്ങളിലെല്ലാം ഇസ്രായേലിനായിരുന്നു യുദ്ധം. മോശ കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലോക്യർക്കായിരുന്നു വിജയം. ഇതുപോലെ തന്നെ നമ്മൾ ശരിക്കും ഒരു കൂട്ടായ്മയിൽ മാതാപിതാക്കൾ, വൈദികര്, സമർപ്പിതര്, കാറ്റഗിസം ടീച്ചേഴ്സ് നമ്മൾ കരങ്ങൾ ഉയർത്തുകയാണെങ്കിൽ, പ്രിയ സഹോദരങ്ങൾ, ഒരുമിച്ച് കരങ്ങൾ ഉയർത്തുകയാണെങ്കിൽ എത്ര വലിയ ലോകത്തിന്റെ സ്പിരിറ്റ് ആണെങ്കിലും അതിനെ തകർക്കാൻ ദൈവം അവിടുത്തെ ആത്മാവിനെ നമ്മിലേക്ക് വർഷിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആരംഭമായിട്ടാണ് നമ്മൾ ഈ കാറ്റഗിസം ടീച്ചേഴ്സിന്റെ വൺ ഡേ ശുശ്രൂഷയോടെ വെച്ചിട്ടുള്ളത്. നമ്മൾ നന്നായി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഈശോകൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.